പ്രിയപ്പെട്ട കലാസ്ത്രീകളെ, ഞാൻ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട JCB കുളം തങ്കൻ. ഞാനിന്ന് പറയാൻ പോകുന്ന കഥയെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? വയനാട്ടിലെ കുറിച്ചന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വയനാട്ടിലെ കുറുമ്പന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിന്ന് പറയുന്ന കഥയുടെ പേരാണ് കുറിച്ചന്മാരുടെ പടത്തലവൻ. മണിച്ചിത്രത്താഴിൽ നാഗവല്ലി രാമനാഥനെ വിളിക്കുന്നത് പോലെ നമുക്ക് രാമനമ്പിയെ ഇങ്ങോട്ട് വിളിക്കാം. രാമനമ്പി നേതാവ്, കുറിച്യന്മാരുടെ നേതാവ്. 1812 ഈ 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപം. കുറിച്യരും കുറുമ്പരും ഒരുമിച്ചു നിന്നു ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം. കേരളത്തിലെ ആദ്യ ഗോത്ര കലാപം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ട്രൈബൽ മൂവ്മെന്റ് ഇൻ കേരള. തോം തോം തോം. രാമനമ്പി രാമനമ്പി രാമനമ്പി, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. രാമനമ്പിക്ക് എന്താ പറ്റിയത് നിങ്ങൾക്കറിയോ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിങ്ങളുടെ JC സാർ വരുന്നുണ്ട്. 1812 ഇന്ത്യക്കകത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങളിൽ ഒന്നാണ് കുറിച്യ കലാപം. വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ഒത്തുചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കുറിച്യ കലാപം. ഇതിലെ പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്നത് രാമനമ്പിയായിരുന്നു. കുറിച്യരെയും കുറുമ്പരെയും ഒറ്റക്കെട്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തിയ മഹത് വ്യക്തിയാണ് രാമനമ്പി. എന്തൊക്കെയായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, എക്സസീവ് ടാക്സ് ആണ്, അല്ലെങ്കിൽ ഉയർന്ന നികുതിയാണ്. രണ്ടാമത്തത്, നികുതി പണമായി നൽകണമെന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. ഇനി നികുതി നൽകാത്ത ഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇവ മൂന്നുമാണ് ഈ ഒരു കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് നമ്മൾ പറയാനുള്ളത്. നിർബന്ധമായി പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കുറിച്യ കലാപം. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.